യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുമ്പ് പാലം ഫോർട്ട് കൊച്ചി. പഴയ പാലമാണ്. പണ്ട് ഈ പാലം ഓപ്പൺ ആയി കൊടുക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ 97 ഇതുവരെ പൊങ്ങിയിട്ടില്ല. പൊക്കുമെന്നൊക്കെ അവര് പറയുന്നത്. ഇതൊക്കെ തുരുമിച്ചിരിക്കുക. മിക്കവാറും നാട്ടു പോകും. ഇവിടെ തുറക്കുവോ ഇപ്പൊ ഈ ഭാഗം അതിന്റെയാണ് ഇത് ഇതായിരിക്കൂടാ തുറക്കുന്നേ. യോജിപ്പിച്ചു. അപ്പോൾ നമ്മൾ ജൂതത്തെരുവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പണ്ടുകാലം തൊട്ടുള്ള ജൂതന്മാരുടെ ചരിത്രമടങ്ങുന്ന രേഖകൾ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ വിവരങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിലുള്ള സിനഗോഗ് ചർച്ച്. എസ്ര മൂവി കണ്ടവർക്കൊക്കെ അറിയാം. ഇതേപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ആ മൂവിയിലൊക്കെ മെൻഷൻ ചെയ്യാനുണ്ട്. കുറെ സിംബലൊക്കെ ആ മൂവിയിൽ കണ്ടതൊക്കെ തന്നെയാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കാണാറ്. ഒരു ജീവച്ഛവമായി എസ്രയെ കാലത്തിന് വിട്ടുകൊടുക്കാൻ ജൂതമാക്കള് തയ്യാറായില്ല. എസ്രയുടെ ആത്മാവിനെ ഒരു വീഞ്ഞു പെട്ടിയിൽ ആവാഹിച്ച് ഡിബുക്കിനെ സൃഷ്ടിക്കുക എന്ന ആഭിചാര ക്രിയയിലേക്ക് ജൂതമാപ്പിള തിരിഞ്ഞു. ഈ നാട്ടിലെ അവസാനത്തെ ജൂതനുമില്ലാതായി കഴിയുമ്പോൾ പകയൊടുക്കലിന് പാകപ്പെട്ട ഒരു ശരീരത്തിൽ പ്രവേശിച്ച് നാടിന്റെ സർവനാശത്തിന് വഴിയൊരുക്കുന്ന രീതിയിലാണ് ആ ജൂതതാന്ത്രികൻ ഡിബുക്കിനെ രൂപകൽപ്പന ചെയ്തത്. ശരീരവും മനസ്സും പരസ്പരം പൊരുത്തപ്പെടാത്ത മനുഷ്യരെ മാത്രമേ അതിന് കീഴടക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് ഫിയർ സൈക്കോസിസ് പോലത്തെ മെന്റൽ അൺസ്റ്റെബിലിറ്റി ഉള്ളവരെ.